വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാഴയില കൊണ്ട് എങ്ങനെ സ്വാദിഷ്ടമുള്ള പോഷകഗുണമുള്ള ഒരു തോരൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ പടയനുടൻ വാഴയില, ആ വിരിയാത്ത വാഴയിലയാണ്. ഇതിനേക്കാളും മുമ്പുള്ള ആ ഇല ഇങ്ങനെ റൗണ്ടിൽ വരുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ ഇച്ചിരൂടെ മൃദുവായിരിക്കും. ഇത് നമ്മൾ ആ നീളത്തിലുള്ള നമ്മൾ കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് ചെറിയ റിങ് പോലെ ആദ്യമേ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഈ വാഴയിലേക്കകത്ത് ധാരാളം ഔഷധങ്ങളുണ്ട്. വാഴയിലും അതിൻ്റെ തൊലിയിലും ഒക്കെ പൊട്ടാസ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നിവ പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഹൃദയാരോഗ്യത്തിനും പേശികളുടെ പ്രവർത്തനത്തിനും ശരീരത്തിന് നല്ല ഉന്മേഷം നൽകുന്നതിനും ഈ വാഴയിലേക്ക് സാധിക്കുമെന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഴയില ചെറുതായിട്ട് ഇങ്ങനെ റിങ് അഴിച്ചിട്ട് ഇനിയും വീണ്ടും ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ വയറുവേദന, പ്രമേഹം, തൊണ്ടവേദന, ക്യാൻസർ വരാതിരിക്കാനുള്ള ഗുണം ഇതൊക്കെ ഈ വാഴയിലേക്കുണ്ടെന്നാണ് പഠനം പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ വാഴയില നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ അത് റിങ് പോലെ നമ്മൾ കറി വെക്കുമ്പോൾ ഇതുപോലെ റിങ് പോലെ നീളത്തിൽ വരും. അത് ഇല്ലാതാക്കാനായിട്ട് വേണ്ടിയാണ് ചെറിയ നമ്മൾ കാബേജൊക്കെ അരിയുന്നത് എങ്ങനെയാണോ അതുപോലെ ചെറുതായിട്ട് ഇതുപോലെ അരിയുക. നേരത്തെ ഒരു വീഡിയോയിൽ തഴുതാമ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കട്ട് ചെയ്താലും മതി. പിന്നെ ഈ തോരന് ആവശ്യമായിട്ടുള്ള സവോള, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, അല്പം ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. നമ്മളൊരു സവോള ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്. ആവശ്യമുള്ള വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കും. അപ്പോൾ കട്ട് ചെയ്ത വാഴയില നമ്മളൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെക്കുക, പച്ചമുളകും ചതച്ച് വെക്കുക. ഇത് വാഴയില ഒന്നുകൂടെ കഴുകുകയാണെങ്കിൽ നല്ലതാണ്. ആവശ്യമുള്ള തേങ്ങയും കറിവേപ്പിലയും വറ്റൽമുളകും പച്ചമുളകും ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ഒരു ഫ്രൈങ് പാനിലേക്ക് എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുക് ഇടുന്ന കൂട്ടത്തിൽ തന്നെ അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞ് അല്ലെങ്കിൽ സവോള അരിഞ്ഞത്, കറിവേപ്പിലയും ആ വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി വറ്റൽ മുളകും ഇതിനകത്ത് ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആ വാഴയില ഇടുകയാണ്. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു മിക്സിയിലെ ചെറിയ ജാറിൽ തേങ്ങായും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം ഇത്രയും ഒന്ന് അരച്ചെടുക്കുക, ചതച്ചെടുക്കുക. ഒരു കറക്കം കറങ്ങിയാൽ അത് നമ്മൾ കല്ലേ വെച്ച് ചതച്ച് കിട്ടുന്നതിന് തുല്യമായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ വറ്റൽമുളകും ഒക്കെ ഇട്ട് നമ്മളത് മൂപ്പിച്ചെടുക്കുക, കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനിയും സവോള അരിഞ്ഞ് വെച്ചതും ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചതും വെളുത്തുള്ളി എല്ലാം ഇട്ട് നേരത്തെ ഇട്ടതാണ്. അത് ഒന്നുകൂടെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് വാഴയില. പ്രകൃതിയിൽ തന്നെ നമുക്ക് പോഷകങ്ങൾ ലഭിക്കുന്ന ഔഷധ ചെടികളുണ്ടെന്നുള്ള പണ്ട് മുതലേ ഉള്ള ആൾക്കാർക്കറിയാം. ഇതിപ്പം വാഴയില അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്വല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടും. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യും. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുന്ന പോലെ. ഇപ്പോൾ ഉപ്പാണ് നമ്മൾ ഇടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. പിന്നെ അരച്ച് വെച്ച അരപ്പ് അത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ജീരകവും പച്ചമുളകും കൂടി അരച്ച അരപ്പാണ്. അത് അതിലേക്ക് ഇട്ട് നമ്മൾ ഒന്നുകൂടി നല്ല ശരിയായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത ആ മിക്സിയിലെ ചെറിയ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് കഴുകി ഇതിലേക്ക് ഒഴിക്കുക. അരപ്പിൻ്റെ അംശമില്ലെങ്കിൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളമോടെ ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് നമ്മളിത് ഒന്ന് ഇളക്കിയിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ ഒന്ന് ആവി കയറ്റി വേവിക്കാനായിട്ട് വേണ്ടി വെക്കും.
ഈ ഇളക്കുന്ന എന്തിനാ വെച്ചാൽ ഈ അരപ്പും ഇതെല്ലാം കൂടി ആ ഇലയിൽ ശരിക്ക് പിടിക്കുന്നതിനായിട്ട് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അടപ്പ് വെച്ച് അടച്ചിരിക്കുകയാണ്. അവസാനം നമ്മൾ ആ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ ഈ രൂപത്തിലേക്ക് ആ തോരൻ എത്തും. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തോരൻ. ഇപ്പോൾ ഈ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇച്ചിരി ഉഴുന്നുപരിപ്പൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഉഴുന്നുപരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉഴുന്നുപരിപ്പ് മൂപ്പിച്ചിടുവാണെങ്കിൽ നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്ക് സ്വാദായിട്ട് കിട്ടും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, ട്രൈ ചെയ്യുക.